കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. കഥകൾ കേൾക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. കഥകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പുതിയ വാക്കുകൾ പഠിക്കണം, ഗ്രാമർ ഐഡിയ മനസ്സിലാക്കണം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ഏറ്റവും അവസാനം 1 മിനിറ്റ് ചില പ്രയോഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. നമുക്കാദ്യം കഥ കേൾക്കാം, അതിനുശേഷം അർത്ഥം മനസ്സിലാക്കാം. Go in through this small window, then go to the front door. Open it and we will enter the house. സൈക്സ് എന്ന ദുഷ്ടനായ വ്യക്തി ഒലിവർ ട്വിസ്റ്റ് എന്ന പാവം കുട്ടിയെ കൊണ്ട് ഒരു വീട്ടിൽ മോഷണത്തിന് ശ്രമിക്കുന്നതും അതിനുശേഷം ഒലിവർ ട്വിസ്റ്റിന് സംഭവിക്കുന്ന മാറ്റങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. Go in through this small window, then go to the front door. Open it and we will enter the house. ഈ ചെറിയ ജനാലയിലൂടെ ഉള്ളിലേക്ക് കടക്കൂ. അതിനുശേഷം മുൻവശത്തുള്ള ഡോറിന്റെ അടുത്തേക്ക് ചെന്ന് അത് തുറക്കൂ. ഞങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കാം. സൈക്സ് എന്ന വ്യക്തി ഒലിവർ ട്വിസ്റ്റിനോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. Remember, I'm watching you. Do I have a pistol? ഞാൻ നിന്നെ വീക്ഷിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. Oliver went in through the window. ഒലിവർ ജനാലയിലൂടെ വീട്ടിലേക്ക് കടന്നു. He wanted to warn the family, so he started going up the stairs. ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് മുന്നറിയിപ്പ് നൽകണമെന്ന്, സൂചന നൽകണമെന്ന് ഒലിവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് ചവിട്ടുപടി കയറി അവൻ മുകളിലോട്ട് പോയി. Sykes cried, "Come back!" തിരിച്ചു വരൂ എന്ന് വളരെ ദേഷ്യത്തിൽ സൈക്സ് ഒലിവർ ട്വിസ്റ്റിനോട് പറഞ്ഞു. Suddenly there was a light. പെട്ടെന്ന് അവിടെ വെളിച്ചം വന്നു. Oliver saw 2 men at the top of the stairs. ഒലിവർ 2 വ്യക്തികളെ ചവിട്ടുപടിയുടെ മുകളിൽ കണ്ടു. There was a loud noise, a light and some smoke from the pistol. തൊക്കിൽ നിന്ന് വെളിച്ചവും ശബ്ദവും പുകയും വന്നു. Oliver felt a terrible pain. ഒലിവറിന് കഠിനമായ വേദന തോന്നി. He was terrified and ran back to the small window. ഒലിവർ വളരെയധികം ഭയക്കുകയും ചെറിയ ആ ജനാലയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും ചെയ്തു. സൈക്സ് put his arm through the window. ജനാലയുടെ ഉള്ളിലൂടെ സൈക്സ് തൻ്റെ കൈകളിട്ടു. He pulled Oliver quickly through the window. ജനാലയുടെ ഉള്ളിലൂടെ അവൻ ഒലിവർ ട്വിസ്റ്റിനെ പുറത്തേക്ക് വലിച്ചെടുത്തു. Oliver is hurt, said Sykes. ഒലിവറിന് മുറിവേറ്റു എന്ന് സൈക്സ് പറഞ്ഞു. Look at the blood. He carried Oliver to the garden wall. പൂന്തോട്ടത്തിന്റെ മതിലിന്റെ സമീപത്തേക്ക് ഒലിവറിനെ അവൻ കൊണ്ടുപോയി. Oliver was very cold, and then he saw and heard no more. ഒലിവർ തണുത്തു മരവിച്ചു എന്ന് സാരം. പിന്നീട് അവൻ ഒന്നും കേൾക്കുകയോ കാണുകയോ ചെയ്തില്ല. ഒലിവറിന് ബോധം നഷ്ടപ്പെട്ടു എന്ന് സാരം. Hurry, said Toby Crackit. The men and their dogs are following us. വേഗത്തിലാകട്ടെ, ആ 2 മനുഷ്യരും അവരുടെ പട്ടികളും നമ്മളെ പിന്തുടരുന്നുണ്ട് എന്ന് ടോബി ക്രാക്കറ്റ് സൈക്സിനോട് പറഞ്ഞു. സൈക്സ് ലെഫ്റ്റ് ഒലിവർ അറ്റ് ദ ഗാർഡൻ വാൾ. പൂന്തോട്ടത്തിന്റെ മതിലിന് സമീപം ഒലിവർ ട്വിസ്റ്റിനെ സൈക്സ് ഉപേക്ഷിച്ചു. He ran away with Toby Crackit. ടോബി ക്രാക്കറ്റിന്റെ കൂടെ അവൻ അകലേക്ക് ഓടിപ്പോയി. 2 men and their dogs followed them. 2 മനുഷ്യരും അവരുടെ പട്ടികളും അവരെ പിന്തുടർന്നു.
They were servants of the country house. അവർ ആ വീട്ടിലെ ജോലിക്കാരായിരുന്നു. Do you see anyone, Giles? asked Mr. Brittles. ജൈൽസ്, ബ്രിട്ടിൽസ് എന്നിവരായിരുന്നു ആ വീട്ടിലെ വേലക്കാർ. ജൈൽസ്, നിങ്ങൾ ആരെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് ബ്രിട്ടിൽസ് ജൈൽസിനോട് ചോദിച്ചു. It's too dark. I can't see anything, said Mr. Giles. വളരെ ഇരുട്ടാണ്, എനിക്കൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല എന്ന് ജൈൽസ് പറഞ്ഞു. The two men returned to the country house. ആ രണ്ട് മനുഷ്യരും ആ വീട്ടിലേക്ക് തിരിച്ചുപോയി. They didn't see Oliver's body. ഒലിവറിന്റെ ശരീരം അവർ കണ്ടില്ല. Oliver stayed on the cold, wet ground all night. തണുത്ത നനഞ്ഞ സ്ഥലത്ത് രാത്രി മുഴുവൻ ഒലിവർ കിടന്നു. The next morning it was raining. പിറ്റേ ദിവസം പ്രഭാതത്തിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. Oliver woke up. ഒലിവർ ഉണർന്നു. His left arm was covered with blood. He got up slowly and tried to walk. ഒലിവറിന്റെ ഇടതുകൈ ചോരയിൽ മുങ്ങിയിരുന്നു. അവൻ പതുക്കെ എഴുന്നേറ്റു നടക്കുവാൻ ശ്രമിച്ചു. He saw the country house and thought, ഗ്രാമപ്രദേശത്തുള്ള ആ വീട് കണ്ടപ്പോൾ അവൻ ഇങ്ങനെ ചിന്തിച്ചു, Perhaps the people in that house can help me. ഒരുപക്ഷേ ആ വീട്ടിലുള്ള വ്യക്തികൾക്ക് എന്നെ സഹായിക്കാൻ സാധിച്ചേക്കാം. He knocked at the door and fell to the ground. അവൻ വാതിലിൽ മുട്ടുകയും നിലത്ത് വീഴുകയും ചെയ്തു. Mr. Giles and Mr. Brittles opened the door. ജൈൽസ് എന്ന വ്യക്തിയും ബ്രിട്ടിൽസ് എന്ന വ്യക്തിയും വാതിൽ തുറന്നു. A boy, said Mr. Giles. Then he saw the blood on Oliver's clothes. ഒരു കുട്ടിയോ എന്ന് ജൈൽസ് ആശ്ചര്യത്തോടെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഒലിവറിന്റെ വസ്ത്രത്തിലുള്ള രക്തം കണ്ടു. Look! It's one of the thieves! നോക്കൂ, ഇത് കള്ളന്മാരിൽ ഒരുവനാണ്. He told the ladies, Here he is! I shot him, madam! Do you want to see him? അവൻ ഇവിടെയുണ്ട്, അവനെ ഞാൻ വെടിവെച്ചിട്ടു. നിങ്ങൾ അവനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വേലക്കാരൻ അവിടെയുണ്ടായിരുന്ന സ്ത്രീകളോട് ചോദിച്ചു. Oh, not now, said Rose Maylie. ഇപ്പോൾ വേണ്ട എന്ന് റോസ് മേലി എന്ന സ്ത്രീ വേലക്കാരനോട് പറഞ്ഞു. She was a beautiful girl of 17. 17 വയസ്സുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. She had blue eyes and a kind smile. നീലക്കണ്ണുകളും നല്ല പുഞ്ചിരിയും അവൾക്കുണ്ടായിരുന്നു. She lived with her aunt, Mrs. Maylie. അവൾ അവളുടെ ആന്റിയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. മിസ്സിസ് മെയ്ലി എന്നായിരുന്നു ആന്റിയുടെ പേര്. take him upstairs to Mr. Giles's room. മുകളിൽ ജൈൽസിന്റെ റൂമിലേക്ക് അവനെ കൊണ്ടുപോകൂ എന്ന് അവൾ പറഞ്ഞു. Mr. Brittles, please go to town and ask Dr. Losburn to come immediately. ബ്രിട്ടിൽസ്, നിങ്ങൾ നഗരത്തിലേക്ക് പോകൂ. ഡോക്ടർ ലോസ്ബേണിനോട് വേഗത്തിൽ വരുവാൻ ആവശ്യപ്പെടൂ. When Dr. Losburn arrived, he said, ഡോക്ടർ ലോസ്ബേൺ എത്തിച്ചേർന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. What a terrible thing! Thieves in the night! Are you ladies well? എന്തു മോശം കാര്യമാണ്, കള്ളന്മാർ രാത്രിയിൽ. നിങ്ങളെല്ലാവരും നല്ല നിലയിലാണോ എന്ന് ഡോക്ടർ ലോസ്ബൻ അവരോട് ചോദിച്ചു. Yes, thank you. But please look at the boy upstairs. He's hurt. ഞങ്ങളെല്ലാം ഓക്കെയാണ്, പക്ഷേ മുകളിലുള്ള കുട്ടി അവനെ ഒന്ന് പരിശോധിക്കൂ, അവന് മുറിവേറ്റിട്ടുണ്ട്. Of course, Dr. Losburn said. He stayed upstairs a long time. ഡോക്ടർ ലോസ്ബൻ ഒലിവറിനു വേണ്ടി കുറെ സമയം ചിലവഴിച്ചു എന്ന് സാരം. Finally, he came down and said, Ladies, please come upstairs with me. അവസാനം
ഡോക്ടർ തിരിച്ചു വന്ന് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കൂടെ ഒന്ന് മുകളിലോട്ട് വരൂ. Rose and Mrs. Maylie followed the doctor. റോസും മിസ്സിസ് മെയ്ലിയും ഡോക്ടറെ പിന്തുടർന്നു. They had a big surprise. അവർക്ക് അതിശയം തോന്നി. They did not see a bad criminal in bed. മോശമായ ഒരു കുറ്റവാളിയെ അവർ ബെഡിൽ കണ്ടില്ല. They saw a little boy sleeping. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ആൺകുട്ടിയെയാണ് അവർ കണ്ടത്. They looked at him in silence. നിശബ്ദമായി അവർ അവനെ നോക്കി. Rose sat down near the bed. റോസ് ബെഡിന് സമീപം ഇരുന്നു. Oliver smiled in his sleep. ഒലിവർ ഉറക്കത്തിൽ ചിരിച്ചു. This poor boy cannot be a thief, Said Mrs. Maylie. ഈ പാവം കുട്ടി എന്തായിരുന്നാലും ഒരു കള്ളനായിരിക്കുകയില്ല എന്ന് മിസ്സിസ് മെയ്ലി പറഞ്ഞു. He's so young. Said Rose with tears in her eyes. ഈ കുട്ടി വളരെ ചെറിയ കുട്ടിയാണെന്ന് കരഞ്ഞുകൊണ്ട് റോസ് പറഞ്ഞു. റോസിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു എന്നർത്ഥം. In the evening, Oliver woke up after a long sleep. വൈകുന്നേരമായപ്പോൾ നീണ്ട നിദ്രയ്ക്ക് ശേഷം ഒലിവർ ഉണർന്നു. He told them the story of his sad life. ദുഃഖം നിറഞ്ഞ ജീവിതത്തിന്റെ കഥ അവൻ അവരോട് പറഞ്ഞു. He also told them about kind Mr. Brownlow. ദയാലുവായ ബ്രൗൺലോയെക്കുറിച്ചും അവൻ അവരോട് പറഞ്ഞു. He spoke slowly and softly because he was very weak. അവൻ വേഗത കുറച്ച് സ്വരം കുറച്ചാണ് സംസാരിച്ചിരുന്നത്, കാരണം അവൻ വളരെ ക്ഷീണിതനായിരുന്നു. He had a high temperature. അവന് വളരെ കൂടുതൽ പനിയുണ്ടായിരുന്നു. He was ill for a very long time. കുറെ നാളുകൾ അവന് സുഖമുണ്ടായിരുന്നില്ല. Rose and Mrs. Maylie took care of him. റോസും മിസ്സിസ് മെയ്ലിയും അവനെ പരിചരിച്ചു. They were gentle and kind. അവർ വളരെ നല്ലവരും ദയയുള്ളവരുമായിരുന്നു. Oliver slowly got better. ഒലിവർ പതുക്കെ പതുക്കെ സുഖം പ്രാപിച്ചു. He went for walks with Rose and Mrs. Maylie. റോസിന്റെയും മിസ്സിസ് മെയ്ലിയുടെയും കൂടെ അവൻ നടക്കുവാൻ പോയിരുന്നു. He listened to Rose playing the piano and singing. റോസ് പിയാനോ വായിക്കുന്നതും പാടുന്നതും അവൻ ശ്രവിച്ചിരുന്നു എന്ന് സാരം. He listened to her reading aloud. അവൾ സ്വരത്തിൽ വായിക്കുന്നത് അവൻ കേട്ടിരുന്നു. Oliver helped in the garden. ഒലിവർ പൂന്തോട്ടത്തിൽ സഹായിച്ചു. പൂന്തോട്ടത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിൽ ഒലിവർ സഹായിച്ചു എന്ന് സാരം. After some time, a kind old man gave him lessons every day. കുറച്ച് നാളുകൾക്ക് ശേഷം ദയുള്ള ഒരു മനുഷ്യൻ അവനെ എല്ലാ ദിവസവും പഠിപ്പിച്ചു എന്ന് സാരം. 3 months passed, and Oliver was very happy. 3 മാസങ്ങൾ കടന്നുപോയി. ഒലിവർ വളരെ സന്തോഷമുള്ളവനായിരുന്നു. He loved Rose and Mrs. Maylie with all his heart. ഒലിവർ റോസിനെയും മിസ്സിസ് മെയ്ലിയെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. What can I do for you? Oliver asked Rose and Mrs. Maylie. You were so kind to me when I was ill. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഒലിവർ റോസിനോടും മിസ്സിസ് മെയ്ലിയോടും ഇപ്രകാരം ചോദിച്ചു. എനിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾ എന്നോട് വളരെയധികം കരുണ കാണിച്ചു, ദയ കാണിച്ചു. Rose smiled and said, We are very happy you are here with us. റോസ് ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. നീ ഞങ്ങളുടെ കൂടെ ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. Mrs. Maylie and Rose took Oliver to their country cottage. മിസ്സിസ് മെയ്ലിയും റോസും ഒലിവറിനെ ഗ്രാമപ്രദേശത്തുള്ള തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. It was a lovely place. There were trees and flowers everywhere.
അത് വളരെ നല്ല സ്ഥലമായിരുന്നു. അവിടെ മരങ്ങളും പൂക്കളും എല്ലായിടത്തും ഉണ്ടായിരുന്നു. Oliver became strong and healthy. ഒലിവർ കരുത്തുള്ളവനും ആരോഗ്യമുള്ളവനും ആയി. The country is very different from the noisy city. I love the country. Oliver said. ഗ്രാമപ്രദേശം ശബ്ദമുള്ള നഗരപ്രദേശത്തിനേക്കാളും തീർത്തും വ്യത്യസ്തമാണ്. ഞാൻ ഗ്രാമപ്രദേശത്തെ ഇഷ്ടപ്പെടുന്നു. ഇപ്രകാരം ഒലിവർ പറഞ്ഞു. After 3 months, they returned home. 3 മാസങ്ങൾക്ക് ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. One afternoon, Oliver sat at his desk near the window. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഒലിവർ ജനാലയ്ക്ക് സമീപമുള്ള മേശയ്ക്കരികിൽ ഇരിക്കുകയായിരുന്നു. He studied his lessons. Suddenly, he saw 2 men at the window. ഒലിവർ പഠിക്കുകയായിരുന്നു. പെട്ടെന്ന് ജനാലയ്ക്ക് സമീപം അവൻ 2 പേരെ കണ്ടു. Oh no, it's Fagin and another man. Oliver thought. ഫാഗിനെയും മറ്റൊരു വ്യക്തിയെയുമാണ് ഒലിവർ കണ്ടതെന്ന് സാരം. Fagin was with a strange man called Monks. Monks was tall and had an angry face. മങ്സ് എന്ന വ്യക്തിയെയാണ് ഫാഗിന്റെ കൂടെ ഒലിവർ കണ്ടത്. മങ്സ് ഉയരമുള്ളവനും ദേഷ്യമുള്ള മുഖമുള്ളവനുമായിരുന്നു. He wore a black coat. അവനൊരു കറുത്ത കോട്ട് ധരിച്ചിരുന്നു. Fagin said to Monks. That's the boy. Yes, it's Oliver, Said Monks. Oliver jumped up. The 2 men ran away. Fagin! Fagin! Cried Oliver. ഫാഗിൻ ഒലിവറെ കണ്ട് മനസ്സിലാക്കുകയും ഫാഗിനെ കണ്ട ഒലിവർ പേടിച്ച് കരയുകയും ചെയ്തു എന്ന് സാരം. 2 servants came into the room and said. What's happening here? 2 സേവകർ മുറിയിൽ വന്ന് ഇപ്രകാരം ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? I just saw Fagin and another terrible man. Oliver said. His face was white. ഞാൻ ഇപ്പോൾ തന്നെ ഫാഗിനെയും മറ്റൊരു വ്യക്തിയെയും കണ്ടു എന്ന് ഒലിവർ സേവകരോട് പറഞ്ഞു. The servants ran out into the garden. They looked for the 2 men, but did not find them. The servants ran out into the garden. They looked for the 2 men, but did not find them. സേവകർ പൂന്തോട്ടത്തിലേക്ക് ഓടിച്ചെന്ന് നോക്കി. അവർ ആ 2 വ്യക്തികളെയും അന്വേഷിച്ചുവെങ്കിലും അവർ അവരെ കണ്ടില്ല. Mr. Bumble was now the master of the workhouse where Oliver was born. മിസ്റ്റർ ബംപിൾ ആയിരുന്നു ഒലിവർ ജനിച്ച വർക്ക് ഹൗസിന്റെ അപ്പോഴത്തെ മേധാവി. One evening, Monks went to talk to him. ഒരു വൈകുന്നേരം ബംപിളിനെ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബംപിളിന്റെ അടുത്തേക്ക് മോങ്സ് പോയി. Are you Mr. Bumble? Asked Monks. Yes, I'm the master of the workhouse, Said Mr. Bumble with an important voice. My name is Monks. Listen to me. You must tell me something. He put 2 gold coins on the table. ഒലിവറിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മോങ്സ് ബംപിളിന്റെ അടുത്തേക്ക് പോയത്. കാര്യങ്ങളെല്ലാം കൃത്യമായി പറയുന്നതിന് വേണ്ടി 2 സ്വർണ്ണ നാണയങ്ങൾ മോങ്സ് ബംപിളിന് കൊടുത്തു എന്ന് സാരം. Mr. Bumble put them quickly in his pocket. സ്വർണ്ണ നാണയങ്ങൾ വളരെ പെട്ടെന്ന് ബംപിൾ പോക്കറ്റിലിട്ടു. 12 years ago, a boy was born in your workhouse. His mother died after he was born, Monks said. 12 വർഷങ്ങൾക്ക് മുൻപ് ഒരു ആൺകുട്ടി നിങ്ങളുടെ വർക്ക് ഹൗസിൽ ജനിച്ചു. അവൻ ജനിച്ചതിന് ശേഷം അവൻ്റെ അമ്മ മരിച്ചു. ഈ കാര്യങ്ങൾ മോങ്സ് ബംപിളിനോട് പറഞ്ഞു. Yes, I remember. That boy is Oliver Twist, Said Mr. Bumble. ഒലിവർ ട്വിസ്റ്റിനെ കുറിച്ച് ബംപിളിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു എന്ന് സാരം. Your wife was with Oliver's mother when she died. Your wife took something from her.
I want to talk to her. Meet me at the old house near the river tomorrow night. ഒലിവറിന്റെ അമ്മ മരിച്ച സമയത്ത് നിങ്ങളുടെ ഭാര്യ അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഭാര്യ അവളുടെ പക്കൽ നിന്നും എന്തോ എടുത്തു. ഞാൻ അവളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നാളെ രാത്രി പുഴയുടെ തീരത്തുള്ള പഴയ വീട്ടിൽ എന്നെ വന്ന് കാണൂ. ഇപ്രകാരം മോക്സ് ബംബിളിന്റെ അടുത്ത് പറഞ്ഞു. The next night, Mr. and Mrs. Bumble went to the house near the river. പിറ്റേ ദിവസം രാത്രി ബംബിളും ഭാര്യയും പുഴയ്ക്ക് സമീപമുള്ള ആ വീട്ടിലേക്ക് പോയി. Sit down. Monk said. Now, tell me about Oliver Twist's mother. I want £25 in gold. Said Mrs. Bumble. Monks gave her the money. ഒലിവർ ട്വിസ്റ്റിന്റെ അമ്മയെക്കുറിച്ച് പറയൂ എന്ന് മോങ്സ് മിസ്സിസ് ബംബിളിന്റെ അടുത്ത് പറഞ്ഞു. മിസ്സിസ് ബംബിൾ പണം ആവശ്യപ്പെടുകയും മോങ്സ് നൽകുകയും ചെയ്തു. Mrs. Bumble gave him a gold wedding ring. Cut in the ring was a name, Agnes. ബംബിളിന്റെ ഭാര്യ മോങ്സിന് ആഗ്നസ് എന്ന പേര് എഴുതിയ ഒരു സ്വർണ്ണ വിവാഹമോതിരം നൽകി. Monks looked at the gold ring. Then he threw it into the river. മോങ്സ് ആ വിവാഹമോതിരം നോക്കി. അതിനുശേഷം അത് പുഴയിലേക്ക് എറിഞ്ഞു. No one can find it there, he said with an angry voice. ആർക്കും തന്നെ അത് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് വളരെ ദേഷ്യത്തിൽ മോങ്സ് പറഞ്ഞു. Bill Sikes was ill for several weeks, and Nancy took care of him. ബിൽ സൈക്സിന് കുറച്ചാഴ്ചകളോളം സുഖമുണ്ടായിരുന്നില്ല. നാൻസിയാണ് അവനെ പരിചരിച്ചിരുന്നത്. She loved Bill Sikes. നാൻസി ബിൽ സൈക്സിനെ സ്നേഹിച്ചിരുന്നു. One day, he said to Nancy, go to Fagin and ask him for some money. ഒരു ദിവസം ബിൽ സൈക്സ് നാൻസിയോട് പറഞ്ഞു, ഫാഗിന്റെ അടുത്തേക്ക് പോകൂ, കുറച്ച് പണം ആവശ്യപ്പെടൂ. When Nancy arrived at Fagin's house, he said, Sir, Sykes wants some money. Wait here. നാൻസി ഫാഗിന്റെ വീട്ടിലെത്തിയപ്പോൾ ഫാഗിൻ ഇപ്രകാരം പറഞ്ഞു, സൈക്സിന് പണം ആവശ്യമുണ്ടല്ലേ, ഇവിടെ കാത്തു നിൽക്കൂ. At that moment, Monks came to see Fagin. Monks looked at Nancy. ആ സമയത്ത് മോങ്സ് ഫാഗിനെ കാണുന്നതിന് വേണ്ടി വന്നു. മോങ്സ് നാൻസിയെ നോക്കി. Fagin said, It's all right, Monks. Nancy is one of my young people. Let's go to the other room. I must talk to you about something important, said Monks. Fagin and Monks went to the other room and shut the door. ഫാഗിനും മോങ്സും നാൻസിയെ കൂട്ടാതെ സംസാരിക്കുന്നതിന് വേണ്ടി മറ്റൊരു മുറിയിൽ പോയി എന്ന് സാരം. Nancy listened quietly at the door. നാൻസി ശബ്ദമുണ്ടാക്കാതെ ഡോറിന് സമീപം നിന്ന് എല്ലാം കേട്ടു. She heard terrible things. She was very unhappy. She decided to go to the hotel near Hyde Park to talk to Rose Maylie. നല്ലതല്ലാത്ത കാര്യങ്ങളാണ് അവൾ കേട്ടത്. അവൾക്ക് വളരെ വിഷമം തോന്നി. റോസ് മെയ്ലിയുമായി സംസാരിക്കുവാൻ അവൾ തീരുമാനിച്ചു എന്ന് സാരം. Monks left, and Fagin gave Nancy some money. മോങ്സ് പോയി. ഫാഗിൻ നാൻസിക്ക് പണം നൽകി. The next day, Nancy went to buy food and drink for Sykes. അടുത്ത ദിവസം സൈക്സിനു വേണ്ടി ഭക്ഷണവും പാനീയവും മേടിക്കുന്നതിനു വേണ്ടി നാൻസി പോയി. He drank a lot and fell asleep. അവൻ വളരെയധികം കുടിച്ചു, മയങ്ങിപ്പോയി. Sykes is sleeping. I must go now. Thought Nancy. സൈക്സ് ഉറങ്ങുകയാണ്,
ഞാൻ ഇപ്പോഴാണ് പോകേണ്ടതെന്ന് നാൻസി ചിന്തിച്ചു. She shut the door silently. She ran across London to a quiet hotel near Hyde Park. Rose, Mrs. Maylie, Dr. Losberne and Oliver were there. ശബ്ദമുണ്ടാക്കാതെ അവൾ ഡോർ അടച്ചു. അവൾ ഓടി അവിടെ ചെന്നപ്പോൾ റോസും മിസ്സിസ് മെയ്ലിയും ഡോക്ടർ ലോസ്ബണും ഒലിവറും അവിടെ ഉണ്ടായിരുന്നു. At 10 o'clock, she entered the hotel. 10 മണിക്ക് അവൾ ഹോട്ടലിൽ പ്രവേശിച്ചു. My name is Nancy. I want to see Miss Rose Maylie, please. She said. It's very important. തൻ്റെ പേര് നാൻസി എന്നാണെന്നും താൻ മിസ് റോസ് മെയ്ലിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെന്നും നാൻസി ഒരു സേവകനോട് പറഞ്ഞു. A servant looked at her old clothes. ഒരു സേവകൻ അവളുടെ പഴയ വസ്ത്രങ്ങൾ നോക്കി. Then he went upstairs. When he returned, he said, Please, follow me. The servant took Nancy to Rose's room. സേവകൻ നാൻസിയെ റോസിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. I am Rose Maylie. You wanted to see me? Rose's sweet voice and gentle manner surprised Nancy. റോസിന്റെ നല്ല സ്വരവും നല്ല പെരുമാറ്റവും നാൻസിയെ അത്ഭുതപ്പെടുത്തി. She started crying. നാൻസി കരയാൻ തുടങ്ങി. Oh, dear lady. Nancy said. I must tell you a terrible secret. Please sit down, miss. Said Rose. I want to save Oliver. Nancy said to Rose. Oliver? Exclaimed Rose. Nancy told Rose about Monks and Fagin. Monks is a bad man. He knows you are here with Oliver. Oliver is in big danger. Fagin and Monks want to kidnap Oliver. മോങ്സിനെ കുറിച്ചും ഫേഗിനെ കുറിച്ചും നാൻസി റോസിനോട് പറഞ്ഞു. ഒലിവർ വളരെ വലിയ അപകടത്തിലാണെന്നും ഫേഗിനും മോങ്സും ഒലിവറിനെ തട്ടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും നാൻസി റോസിനോട് പറഞ്ഞു. Fagin teaches boys to steal. ഫേഗിൻ ആൺകുട്ടികളെ മോഷ്ടിക്കാൻ പഠിപ്പിക്കുന്നു. Monks wants Fagin to make Oliver a thief. ഫേഗിൻ ഒലിവറിനെ ഒരു കള്ളനാക്കണമെന്ന് മോങ്സ് ആഗ്രഹിക്കുന്നുണ്ട്. Then the police can catch him and put him in prison or kill him. Monks wants his brother to die. ഒലിവർ ഒരു കള്ളനാവുകയാണെങ്കിൽ പോലീസിന് അവനെ പിടിച്ച് ജയിലിലടയ്ക്കാനോ കൊല്ലുവാനോ സാധിക്കും. മോങ്സ് അവന്റെ സഹോദരൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. His brother? Exclaimed Rose. Yes, Oliver is Monks' half-brother. I heard Monks say, nobody knows the name of Oliver's mother. I threw a ring into the river. I don't know all of Monks' plan. ഒലിവർ മോങ്സിന്റെ അർദ്ധ സഹോദരനാണെന്നും ഒലിവറിന്റെ അമ്മയുടെ പേര് മോങ്സിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നും മോങ്സ് ഒലിവറിന്റെ അമ്മയുടെ മോതിരം പുഴയിലേക്ക് എറിഞ്ഞുവെന്നും നാൻസി പറഞ്ഞു. This is terrible. What can I do to help Oliver? Asked Rose. എന്താണ് ഒലിവറെ രക്ഷിക്കുവാൻ എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് റോസ് നാൻസിയോട് ചോദിച്ചു. You must tell this secret to a good man. We must save Oliver. നിങ്ങൾ നിർബന്ധമായും ഈ രഹസ്യം നല്ലൊരു മനുഷ്യനോട് പറയണം. നമുക്ക് എന്തായിരുന്നാലും ഒലിവറെ രക്ഷിക്കണം. When can we meet again? Asked Rose. നമുക്കെപ്പോഴാണ് വീണ്ടും കണ്ടുമുട്ടാൻ സാധിക്കുക എന്ന് റോസ് നാൻസിയോട് ചോദിച്ചു. Meet me on London Bridge on Sunday night, between 11 and midnight. I must go now. ഞായറാഴ്ച രാത്രി 11 മണിക്കും അർദ്ധരാത്രിക്കും ഇടയിലായി ലണ്ടൻ ബ്രിഡ്ജിൽ വെച്ച് എന്നെ മീറ്റ് ചെയ്യൂ എന്ന് നാൻസി റോസിനോട് പറഞ്ഞു. എനിക്കിപ്പോൾ പോകണം എന്നും നാൻസി റോസിനോട് പറഞ്ഞു. Oh no, Said Rose. don't return to those thieves.
ആ കള്ളന്മാരുടെ അടുത്തേക്ക് നീ പോകരുതെന്ന് റോസ് നാൻസിയോട് പറഞ്ഞു. I can help you. എനിക്കു നിന്നെ സഹായിക്കാൻ സാധിക്കും. Take some money and go far away. കുറച്ച് പണം എടുത്തോളൂ, എന്നിട്ട് അകലേക്ക് പോകൂ എന്ന് റോസ് നാൻസിയോട് പറഞ്ഞു. You can start a new life. നിനക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ സാധിക്കും. I don't want money. said Nancy. എനിക്ക് പണം വേണ്ട എന്ന് നാൻസി റോസിനോട് പറഞ്ഞു. No one can help me. It's too late. ആർക്കും എന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല. വളരെ വൈകിയെന്നും ആർക്കും തന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല എന്നും നാൻസി റോസിനോട് പറഞ്ഞു. I have no future. Thank you for your kindness, sweet lady. Remember, Sunday night on London Bridge. എനിക്ക് ഭാവിയില്ല. നിങ്ങൾ ദയ കാണിച്ചതിന് നന്ദി. ഞായറാഴ്ച രാത്രി ലണ്ടൻ ബ്രിഡ്ജിലെത്താൻ മറക്കരുത് എന്നുമാണ് നാൻസി റോസിനോട് പറഞ്ഞത്. Oliver knew that Mr. Brownlow lived in London. ബ്രൗൺലോ ലണ്ടനിലാണ് താമസിക്കുന്നതെന്ന് ഒലിവറിന് അറിയാമായിരുന്നു. He wanted to see him again and explain many things. ഒലിവർ ബ്രൗൺലോയെ വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കൂടാതെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് വിവരിക്കണമെന്നും ഒലിവർ ആഗ്രഹിച്ചിരുന്നു. He asked Rose, Can we visit Mr. Brownlow? നമുക്ക് ബ്രൗൺലോയെ സന്ദർശിക്കാൻ സാധിക്കുമോ എന്ന് ഒലിവർ റോസിനോട് ചോദിച്ചു. Yes, I want to meet Mr. Brownlow. Rose said. തീർച്ചയായും ഞാൻ ബ്രൗൺലോയെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് റോസ് ഒലിവറിനോട് പറഞ്ഞു. Oliver was very happy. Rose wanted to meet Mr. Brownlow and tell him Nancy's secret. She knew he was a good man. ഒലിവറിന് വളരെ സന്തോഷമായി. ബ്രൗൺലോയെ കണ്ട് സംസാരിക്കണമെന്നും നാൻസി പറഞ്ഞ രഹസ്യം ബ്രൗൺലോയോട് പറയണമെന്നും റോസ് ആഗ്രഹിച്ചിരുന്നു. ബ്രൗൺലോ ഒരു നല്ല വ്യക്തിയാണെന്ന് റോസിനറിയാമായിരുന്നു. Rose and Oliver took a carriage to Mr. Brownlow's house. റോസും ഒലിവറും ഒരു കുതിരവണ്ടിയിലാണ് ബ്രൗൺലോയുടെ വീട്ടിലേക്ക് പോയത്. When they arrived, Rose said, Oliver, please wait in the carriage for a few minutes. ഒലിവർ, കുറച്ചു സമയം ഈ കുതിരവണ്ടിയിൽ കാത്തിരിക്കൂ എന്ന് ഒലിവർ ട്വിസ്റ്റിനോട് റോസ് പറഞ്ഞു. Rose followed a servant to a big sitting room. There she met Mr. Brownlow. He was an old gentleman with kind eyes. റോസ് ഒരു സേവകനെ പിന്തുടർന്ന് സിറ്റിംഗ് റൂമിൽ എത്തിച്ചേരുകയും ചെയ്തു. അവിടെ അവൾ ബ്രൗൺലോയെ കണ്ടുമുട്ടി. ബ്രൗൺലോ ഒരു വയസ്സനായ ദയ തോന്നിപ്പിക്കുന്ന കണ്ണുകളുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു. My name is Rose Maylie. I am here to talk about my dear friend, Oliver Twist. എൻ്റെ പേര് റോസ് മെയ്ലി എന്നാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ സുഹൃത്ത് ഒലിവർ ട്വിസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് റോസ് ബ്രൗൺലോയോട് പറഞ്ഞു. Oliver Twist? Oh, please tell me what you know about the poor child. I am very interested in him, said Mr. Brownlow. ദയവ് ചെയ്ത് ആ പാവം കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്കറിയുന്നത് എന്നോട് പറയൂ. എനിക്കതിൽ താല്പര്യമുണ്ട് എന്ന് ബ്രൗൺലോ റോസിനോട് പറഞ്ഞു. Rose told him about Oliver. He is a kind boy with a good heart. We love him very much, and he loves you and Mrs. Bedwin. റോസ് ഒലിവറിനെ കുറിച്ച് ബ്രൗൺലോയോട് പറഞ്ഞു. നല്ല മനസ്സുള്ള ദയയുള്ള കുട്ടിയാണ് അവൻ. ഞങ്ങൾക്ക് അവനെ വളരെ ഇഷ്ടമാണ്. അവന് നിങ്ങളെയും മിസ്സിസ് ബെഡ്വിനെയും വളരെ ഇഷ്ടമാണ് എന്നാണ് റോസ് ഒലിവറിനെ കുറിച്ച് ബ്രൗൺലോയോട് പറഞ്ഞത്. This brings me great happiness.
great happiness. But where is Oliver now? asked Mr. Brownlow. ഇതെനിക്ക് വളരെ സന്തോഷം നൽകുന്നു, വളരെ സന്തോഷം. പക്ഷേ ഒലിവർ ഇപ്പോൾ എവിടെയാണ് എന്ന് ബ്രൗൺലോ റോസിനോട് ചോദിച്ചു. He is in the carriage, said Rose. Oh, please call him. I want to call Mrs. Bedwin. When Oliver saw Mr. Brownlow and Mrs. Bedwin, he was extremely happy. അവൻ കുതിരവണ്ടിയിലാണെന്ന് റോസ് പറഞ്ഞു. അവനെ വിളിക്കൂ, ഞാൻ മിസ്സിസ് ബെഡ്വിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ബ്രൗൺലോ പറഞ്ഞു. ബ്രൗൺലോയെയും മിസ്സിസ് ബെഡ്വിനെയും കണ്ടപ്പോൾ ഒലിവറിന് വളരെ സന്തോഷം തോന്നി. He hugged them and cried with joy. ഒലിവർ അവരെ കെട്ടിപ്പിടിച്ചു, സന്തോഷത്തോടെ കരഞ്ഞു. He had many things to tell them. അവന് അവരോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. After a while, Rose said, Mr. Brownlow, can I talk to you alone? കുറച്ച് സമയങ്ങൾക്ക് ശേഷം റോസ് ബ്രൗൺലോയോട് ഇപ്രകാരം ചോദിച്ചു, എനിക്ക് താങ്കളോട് തനിച്ചൊന്ന് സംസാരിക്കാൻ സാധിക്കുമോ? Of course, dear. Please come into the next room and sit down. Rose told Mr. Brownlow about Nancy's visit. റോസ് നാൻസി തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്രൗൺലോയോട് പറഞ്ഞു എന്ന് സാരം. What cruel people, said Mr. Brownlow. എത്ര ക്രൂരന്മാരായ മനുഷ്യരാണ് ഇവർ എന്ന് ബ്രൗൺലോ പറഞ്ഞു. This is a strange mystery. ഇത് ഒരു വിചിത്രമായ രഹസ്യമാണ്. We must find this man called Monks. മോങ്സ് എന്ന് വിളിക്കുന്ന ഈ വ്യക്തിയെ നമ്മൾ കണ്ടെത്തണം. He knows many things. അവന് കുറെ കാര്യങ്ങൾ അറിയാം. Only Nancy can help us, said Rose. നാൻസിക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് റോസ് പറഞ്ഞു. But we must wait until Sunday night. പക്ഷേ നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. It was 11 o'clock on Sunday night. ഞായറാഴ്ച രാത്രി 11 മണിയായിരുന്നു അപ്പോൾ സമയം. Sykes and Fagin heard the church bell. സൈക്സും ഫെഗിനും പള്ളിയിലെ മണി അടിക്കുന്നത് കേട്ടു. Nancy heard it too. നാൻസിയും അത് കേട്ടു. A good night for working, said Sykes. ജോലി ചെയ്യാൻ പറ്റിയ നല്ല രാത്രി എന്ന് സൈക്സ് പറഞ്ഞു. I'm going out, said Nancy. ഞാൻ പുറമേക്ക് പോവുകയാണ് എന്ന് നാൻസി പറഞ്ഞു. She put on her hat and left. അവൾ അവളുടെ തൊപ്പി ധരിച്ചു, അതിനുശേഷം പുറത്തേക്ക് പോയി. Fagin looked at Sykes and said, Let her go. ഫെഗിൻ സൈക്സിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, അവൾ പോകട്ടെ. One of my boys can follow her. It was a very foggy night. ഒലിവർ ട്വിസ്റ്റിനും നാൻസിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. 600-ൽ പരം വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കൃത്യം ഓർഡറിൽ അവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചെലവ് വരിക. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടതാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമ്പിൾ വീഡിയോസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ക്വാളിറ്റി മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചിലവ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.